ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചിക്കൻ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിന്നിവിടെ എല്ലുകളില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ച് എടുക്കാം. ഇനി ഇതിന് വേണ്ട മാവാണ് റെഡിയാക്കേണ്ടത്. അതിന് 1 കപ്പ് മാവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ മാവ് നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ മാവ് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ച് വെച്ചിരിക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിന് വേണ്ടി 2 സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ പൊടിച്ചതും കൂടെ തട്ടി കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി നമുക്ക് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ആ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറേശ്ശെ മാവ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നൈസായിട്ട് എടുക്കണം കേട്ടോ. എനിക്ക് ഷേപ്പ് വന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു പാത്രം എടുത്ത് അതിനെ ഷേപ്പാക്കി എടുത്തത്. അങ്ങനെ നമുക്കിവിടെ മാവ് എല്ലാം റെഡിയായിട്ടുണ്ട്. ബാക്കി ഇരുന്ന മാവ് കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. മോമോസ് ഉണ്ടാക്കി നോക്കാം. ഒരു പരത്തി വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിൽ കുറച്ച് ഫില്ലിംഗ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോ സൈഡും മടക്കി മടക്കി ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയിരിക്കുന്ന എല്ലാ മാവും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഷേപ്പാണ്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ചിട്ട് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് പറക്കി അതിൽ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാരണം അതിനകത്തുള്ള മിശ്രിതം നമുക്ക് നേരത്തെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് സമയം വെന്താൽ മതി. അങ്ങനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.